ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എച്ചിക്കണക്ക് പറയുന്ന ആരായാലും അതിനുള്ള മറുപടി ഉടനെ കൊടുക്കുന്നതാ എന്റെ രീതി. എങ്കിൽ ഇവൻ ജനിച്ച അന്ന് മുതലുള്ള കണക്കുകൾ ഞാൻ എഴുതി വെക്കണമായിരുന്നല്ലോ. ഒരു മകനുണ്ടായാൽ അതിനെ വളർത്തി വലുതാക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കുള്ളതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. ഹരിതയ്ക്കും വന്ദനയോട് ദേഷ്യ. മോള് വാ, പുറകുവശത്ത് വന്ന് ഗൂഗിളിന്റെ കൂടെ ഇരുന്ന് കളിക്കും. സുചിത്ര ആന്റി ചെല്ല്, ഞാൻ വന്നേക്കാം. ഇറങ്ങാൻ വരട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പ്രസവം കഴിയുന്നത് വരെ നിന്റെ അമ്മയും അച്ഛനും അച്ഛമ്മയും ഒക്കെ നിന്നോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയും. നീ അത് സമ്മതിക്കരുത്. പിന്നെ സൂക്ഷിക്കേണ്ട സമയമാണെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരോടും അടുത്തിടപഴകിയൊന്നും വേണ്ട. പലർക്കും പല അസുഖങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ കാണും. ഇവിടെ അങ്ങനെ ആർക്കും ഒന്നുമില്ല. ഏട്ടൻ എന്താ വെറുതെ ഇങ്ങനെയൊക്കെ? ഏതായാലും നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിച്ചല്ലേ പറ്റൂ. ഇറങ്ങ. ദിയമോളെ, വർഷാന്റി, ഉമ്മ. ആഹാ, ദിയക്കുട്ടിക്ക് സുഖാണോ? സുഖാണെങ്കിലേ, അങ്കിളിനോ? പരമസുഖം. ഇത് ദിയമോൾക്ക്. താങ്ക് യു അങ്കിൾ. അങ്കിളിനോടും ആന്റിയോടും ദിയമോൾക്ക് ഒരു സർപ്രൈസ് ന്യൂസ് പറയാനുണ്ട്. എന്താ അത്? വർഷാന്റിയുടെ വയറ്റിലെ വാവയ്ക്ക് ദിയമോള പേരിടാൻ പോകുന്നത്. ഒരു പേര് വിട്ടു കഴിഞ്ഞു. എന്താ അത്? കേക്കട്ടെ. കിട്ടൂസ്. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയാ വല്ലവന്റെ കൊച്ചിന് പേരിടുന്നതേ നാട്ടുകാരാ. ചക്കി, ചക്കുടു, പക്രു, ഉണ്ണിക്കുട്ടൻ. തന്തയും തള്ളയൊക്കെ വായി നോക്കിയിരിക്കണം. ഏട്ടാ, എന്താ ഇത്? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അച്ഛാ, ഇത് കണ്ടോ? അങ്കിള് തന്നതാ. എന്താ മക്കളെ രണ്ടാളും വൈകിയത്? പെണ്ണുങ്ങളുടെ കാര്യല്ലേ അച്ഛാ, ഒന്ന് ഒരുങ്ങി തീരണ്ടേ. ഇനി തുണിക്കടയിലോ മറ്റോ കയറിയാ അന്നത്തെ ദിവസം ആണുങ്ങളുടെ കാര്യം പോക്കാം. ഏട്ടാ, വർഷ അങ്ങനല്ല കേട്ടോ. വാ 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 വാ. വരൂ വരൂ, വാ കേറിയിരിക്കാം. അച്ഛാ, ഞാനിവിടെ ഇരുന്നോളാം. ഇവിടെ സുഖം. വാ മോളെ. പ്രകാശളി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, നമുക്കെന്ത് വിശേഷം, അങ്ങനെ അങ്ങ് പോകുന്നു.
അങ്ങനെയൊക്കെ പോയാ മതിയോ? നമുക്കൊന്ന് ഹാപ്പി ആവണ്ടേ? ഏ ആ അളിയ ആ അളിയൻ ഇവിടെ ഉണ്ടായിരുന്നോ? മോളെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. പ്രശ്നങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫ്? ഹരിതേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അളിയനിങ്ങ് കൂട്ടിക്കൊണ്ടുവാ. അല്ല, പ്രകാശന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തതുപോലെ. സന്തോഷക്കുറവുള്ളതുകൊണ്ട് അത് മുഖത്ത് കാണുന്നു എന്ന് പറയുന്നതാ ശരി. പിന്നെ വിക്രം അന്യനല്ലല്ലോ, അതുകൊണ്ടൊന്നും മറച്ചു വെക്കുന്നുമില്ല. ഈ വീട്ടിലിപ്പോ 2 അടുക്കളയാ. ഏ 2 അടുക്കളയോ? പ്രകാശേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? 2 അടുക്കളയെന്നോ? അതെ, ഈ വീട്ടിലിപ്പോ 2 വാടകക്കാരാ. 2 വാടകക്കാരോ? അതെ, ഞാനും എന്റെ കുടുംബവും സെപ്പറേറ്റ് വാടക കൊടുക്ക. ഇപ്പോ ഒന്നുമില്ല മോനെ. വീട്ടിലെ ചെലവുകള് പ്രകാശൻ കൂടി നോക്കണമെന്ന് പറഞ്ഞപ്പോ പ്രകാശന്റെ വാശിക്ക് അവൻ 2ആയിട്ട് പാചകം തുടങ്ങി. അത്രേ ഉള്ളൂ. എച്ചിക്കണക്ക് പറയുന്ന ആരായാലും അതിനുള്ള മറുപടി ഉടനെ കൊടുക്കുന്നതാ എന്റെ രീതി. എങ്കിൽ ഇവൻ ജനിച്ച അന്ന് മുതലുള്ള കണക്കുകൾ ഞാൻ എഴുതി വെക്കണമായിരുന്നല്ലോ. ഒരു മകനുണ്ടായാൽ അതിനെ വളർത്തി വലുതാക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കുള്ളതാണ്. അതിന്റെ കണക്കെടുപ്പൊന്നും പറയാൻ നിൽക്കരുത്. എടാ, കല്യാണം കഴിഞ്ഞ അച്ഛയും കൊണ്ട് വേറെ വീട് മാറണമായിരുന്നു. അല്ലാതെ അച്ഛന്റെ കാശ് മുടിപ്പിക്കാൻ സ്വന്തം വീട്ടിൽ തൂങ്ങിപ്പിടിച്ച് ഇങ്ങനെ കിടക്കരുത്. ആഹാ. ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും മകനും ഇവിടെ താമസിച്ചതായി കുറ്റം. ഇന്ന് വരെ ഞാനൊരു കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ തൊട്ടതിനും പിടിച്ചതിനും കണക്ക് പറഞ്ഞ് ഈ കുടുംബത്തിലെ ഒരു അടുക്കളയിൽ തന്നെ 2 പാചകം ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തനാ. ഇപ്പൊ എങ്ങനെയാ? എല്ലാത്തിന്റെ വിലയൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? എന്തറിയാൻ? എന്റെ ഭാര്യയുടെയും മകന്റെയും ചെലവ് വഹിക്കാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. ദേ ഒരുത്തരിക്കുന്ന കണ്ടില്ലേ? ജോലിയില്ല, കൂലിയില്ല. വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ഭാര്യയാണെങ്കിലോ സ്വന്തം വീട്ടിലും. എന്നിട്ടും ഓസിന് നിന്ന് കഴിയാ ഇവിടെ. ഞാൻ ഏട്ടനോട് ഇറക്കാനൊന്നും വന്നില്ലല്ലോ.